എന്താ കിഴക്കേടത്തുകാരുമായിട്ടൊരു പ്രശ്നം? കിഴക്കേടത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട 2 പാർട്ടീസാ. അതെ, ഞങ്ങൾ ഇറച്ചി വിട്ടുകാരാ. പണി ചോദിച്ചപ്പോ ഞങ്ങൾക്കിട്ട് പണി തന്നിരിക്കണ കണ്ടില്ലേ? അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇടഞ്ഞില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. എന്താ പേര്? ഉണ്ണി. ഊന്നുവടിയോ? ഊന്നുവടിയല്ല. എന്താണ് നിന്റെ പേര്? ഉണ്ണി. എന്റെ പേര് വടിവേലു. പക്ഷെ ഇവൻ എന്നെ പൊട്ടാന്ന് വിളിക്കും. ഇവൻ എന്നെ കുട്ടാന്ന്. ഒരു പൊട്ടാ കുട്ടാ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അതെ. അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പണി തന്നിരുന്നെങ്കിലേ. പണി ഇപ്പോ നമുക്ക് കിട്ടിയ നിധികളാണ് ഇവര്. ഇവന്മാർക്ക് എന്ത് പണിയാ കൊടുക്കുക? രാവിലെ 8 മുതൽ വൈകിട്ട് 5 മണി വരെ അവിടെ നിന്ന് കിഴക്കെടുത്തേരെ നോക്കി തെറി പറയട്ടെ. അതെ, തെറി പറയുന്നത് ഒരു പണിയാണോ? നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? ഒരു കാര്യസ്ഥന്റെ പണിയൊക്കെ അറിയാം. ഞാൻ ഇവിടെ ഉള്ളപ്പോ വേറൊരു കാര്യത്തിന്റെ ആവശ്യമില്ല. അയ്യോ, എന്നെ ഉപേക്ഷിക്കരുതേ. തന്നെ ആരെങ്കിലും ഇവിടെ കല്യാണം കഴിച്ച? ചുമ്മാ ഇരിയേട്ടാ. അതെ, എനിക്ക് ഡ്രൈവിംഗ് അറിയാം. പിന്നെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം. വിടേണ്ട സാർ, ഇവനാളൊരു സകല കളകല. എന്തുവാടാ അത്? വല്ലഭൻ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. മദ്യപിക്കോ? കൊള്ള 2 ഗ്ലാസ് അച്ചാർ കൂടെ. കൊള്ളും കൊള്ളും. മദ്യം ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ട് പോലും തൊട്ടിട്ടില്ല. പിന്നെ അച്ചാറും ഗ്ലാസും ചോദിച്ചത് എന്തിനാ? അത് പരീക്ഷിച്ചതാ. ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാ. അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നടക്കുന്നത്. മിടുക്കന്മാർ. എന്റെ 30 വർഷത്തെ മിലിറ്ററി സർവീസിനിടയിൽ ഞാൻ മദ്യം രുചിച്ചു പോലും നോക്കിയിട്ടില്ല. ഈ മദ്യപാനികളെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. വെള്ളം എടുത്തോ. വെള്ളം ഇവിടെ ഉണ്ട്. കുടിക്ക്. നല്ല രുചി. എന്താ ഇത്? ഇത് വെള്ളക്കഷായ. ആയുർവേദ വിഭവങ്ങൾ ചേർത്ത് ഞാൻ ഉണ്ടാക്കിയ പാനീയം. വയറിന് അത്യുത്തമം. വെരി ഗുഡ്. ഞാൻ കുറെ കാലമായിട്ട് പറയുന്നു ഇവിടുത്തെ ആ മരങ്ങോടൻ കാര്യസ്ഥനെ പറഞ്ഞു വിടാൻ. ഇപ്പൊ വന്നവനെ കാര്യസ്ഥനാക്കി ആ തെണ്ടി കുമാരനെ പിടിച്ച് പടിക്ക് പുറത്തു തള്ളു. എന്താ മാധവ ഒന്നും വേണ്ടാത്തത്? ഞാൻ മാധവനല്ല, കുമാരനാ. എന്നാ മാധവനോട് പറയാം. പറയും. എന്താ ഇവിടെ? അച്ഛാ, സർവ്വ പണി അറിയുന്ന ഒരുത്തനെ കാര്യസ്ഥനായിട്ട് കിട്ടിയിട്ടുണ്ട്. നിയമിച്ചോട്ടെ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? ഈശ്വരാ, ആ നിധി എന്റെ വിധിയായ മുതലാളി. അപ്പൊ ഞാൻ നിനക്ക് ഇന്നു മുതൽ പുറംപണി. പുറംപണിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ അകത്ത് നിൽക്കുന്നത്? ഞാൻ രാജിവെക്ക. നീ രാജിവെക്കണ്ട. അങ്ങനെ വഴിക്ക് വാ. നിന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. മുതലാളി ഇറങ്ങി പോടാ. ഞാൻ പോകൂല. കുപ്പി തട്ടിയത്. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം തോട്ടും. ഓടിക്കടാ ഇവനെ. ഓടിക്കണ്ട, ഞാൻ ഓടിക്കോളാം. പന്നികളെ പോയി കേട്ടടങ്ങി. നീ വാച്ചുമാന്റെ പണി കൂടി ചെയ്യണം. അയ്യോ, എനിക്ക് വാച്ചില്ല. വാച്ച് ഞാൻ തരാം. ഇത് കെട്ടിക്കൊണ്ട് നടത്തിട്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ലല്ലോ. താങ്ക് യു. പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുവോ? പിന്നെന്താ? ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ഓ, ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. ആട്ടെ, എന്നാ ജോയിൻ ചെയ്യാ? ചെയ്ത് കഴിഞ്ഞു. ശ്രീദേവി രാവിലെ മുതൽ തുടങ്ങിയതാണല്ലോ ഈ എഴുത്തും വായനയും. എന്താ വീണ്ടും ഡിഗ്രി എടുക്കാനുള്ള പ്ലാൻ ഉണ്ടോ? ഇത് പഠിത്തമൊന്നുമല്ല, ഗാനരചനയാ. ഗാനരചന. നിന്റെ മോൾക്ക് കോളേജിൽ അവതരിപ്പിക്കാനുള്ള പ്രോഗ്രാമിന്റെ പാട്ട് എഴുതുക എന്റെ മോള്. എന്നാ ഞാനൊന്നോ. നോക്ക്. നോക്കാനൊന്നുമില്ല, നല്ല ബെസ്റ്റ് കവിതയാ. നല്ല കവിത വായിക്കാൻ കാഴ്ച വേണ്ട, ഉൾക്കാഴ്ച മതി. ഓക്കേടാ, എന്നാ വന്നിട്ട് കാണാം. ശ്രീബാലയാ, അവള് ഫ്രണ്ട്സായിട്ട് ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഗേറ്റ് തുറക്ക്. ദൈവമേ, ഒരു വണ്ടി പ്രേതങ്ങളോ? അല്ല, പെമ്പിള്ളേഴ്സ്. എവിടുന്ന് വരുന്നോ കുറ്റിയും പറിച്ചോണ്ട്? മതില് ചാടിയതാ ഭ്രാന്താശുപത്രിന്ന്. ഭ്രാന്താശുപത്രിന്നോ? എടാ പൊട്ടാ, ഞാൻ ആരാ? ഇത് കണ്ടോ, ഞാൻ ഇവിടുത്തെ പുതിയ വാച്ച്മാൻ ആണ്. ഓഹോ. അതെ, എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങണം. മര്യാദയ്ക്ക് അങ്ങാട്ടാ വാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ തനി രൂപം കാണേണ്ടി വരും. ആഹാ, എങ്കിൽ ഇയാളുടെ തനി രൂപം ഞങ്ങളൊന്ന് കാണട്ടെ. എടാ കുട്ടാ, കുറെ പെണ്ണുങ്ങൾ ഗേറ്റ് ചാടി എന്നെ ബലാത്സംഗം ചെയ്യാൻ വരണ്ട. ഇതേതാടി ഉജാലമുക്കിയ പോലെ ലൈറ്റ്.
ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി വന്നവരാണ്. ആരാ നിങ്ങളൊക്കെ? ആദ്യം താൻ ആരാണെന്ന് പറ. ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതും തന്നെ താൻ അറിയുന്നേ. പൊന്നുമോൻ ഗേറ്റ് തുറക്ക. നിങ്ങൾ ആരാ, എന്താ, എവിടെന്നൊക്കെ അറിയാണ്ട് എങ്ങനെ ഗേറ്റ് തുറക്ക എന്റെ പൊന്നുമോളെ? എടോ ഇവിടെ ഈ തറവാട്ടിലെയാ? ആണോ? പക്ഷെ തറവാട്ടി പറഞ്ഞ കോലൊന്നും കണ്ടാ തോന്നൂല്ലോ. എന്താ അവിടെ ഒരു ബഹളം? മേജർ അങ്കിൾ, ഇത് ഞാനാ ശ്രീബാല. ഏതോ ബാലക്കാരാന്ന് പരിപാടി ബുക്ക് ചെയ്താടാ. ആഹാ, ശ്രീബാലയാണോ? കേറി വാ മോളെ. അതിന് ഗേറ്റ് തുറക്കണ്ടേ? അതെന്താ തുറക്കാത്തെ? ഇവരെ തിരിച്ചറിഞ്ഞില്ല. ഇവിടെ വാടാ. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ ഒരിക്കലും പുറത്ത് നിർത്തരുത്. നിന്റെയൊക്കെ പണി ഞാൻ തെറിപ്പിക്കും. അയ്യോ വേണ്ട, ഇനി പ്രായപൂർത്തിയായ പെണ്ണുങ്ങളെ എവിടെ കണ്ടാലും ഞാൻ വിളിച്ച് വീട്ടിനകത്ത് കയറ്റിക്കോളാം. പോയി ഗേറ്റ് തുറക്കടാ. ഓ, ഇതിൽ പ്രായപൂർത്തിയാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മാറിയുന്നോളെ. ടച്ച് ചെയ്യരുത്, എനിക്ക് കോടതി കയറാൻ വയ്യ. ഇത്രയും പേർക്ക് അകത്ത് കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ നമ്മുടെ റൂമിൽ കിടത്താം. വേണ്ട. വേണ്ടേ? അവർക്ക് ചിലപ്പോ ഒരു സന്തോഷാവും അത്. എവിടുന്ന് കിട്ടിയവന്മാരെ? കുട്ടി ക്ഷമിക്കണം, ഞങ്ങൾ ആളറിയാതെ. ഒരു കാര്യസ്ഥൻ ആദ്യം തിരിച്ചറിയേണ്ട തറവാട്ടിലെ ആൾക്കാരെയാ. അതെ, ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾ ഈ വീട്ടിലെ 2 രത്നങ്ങളാണ്. കല്യാണം കഴിക്കാത്ത എന്റെ കോടിക്കണക്കിനുള്ള സ്വത്തിന്റെ അവകാശികളും ഇവരാണ്. നിങ്ങൾ ഇവരെ പൊന്നു പോലെ നോക്കണം. എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഊറി ഊറി വരുന്നു. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്? വൃത്തികെട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. കുട്ടാ, ഇത് വൃത്തികെട്ട പണി. അത് മാത്രം പറയരുത്. ഇതെനിക്ക് വേണ്ടി മാത്രമല്ല, നാളെ മുതൽ ആ പൊട്ടക്കണ്ണം പട്ടാളക്കാരൻ ഇങ്ങനെ ചോദിച്ചോണ്ടിന്റെ പിറകെ വരും. ഇല്ലെങ്കിൽ വരുത്തും ചാത്തന്മാർ. എന്താണിത്? ബാറ്ററി ചാർജ് കിട്ടാൻ വല്ലി അടിച്ച് പാമ്പായി ഇങ്ങനെ എഴയാൻ. മദ്യത്തിനെതിരായി സംസാരിക്കുന്ന ആ പട്ടാളക്കാരനെ നാളെ മുതൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ഞാൻ പാമ്പാക്കും. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിയിൽ ഇട്ടോണ്ടിരിക്കല്ലേ? എടാ ഞാൻ എടാ കുട്ട, നീ ഉറങ്ങാൻ പോവാണോ? അല്ല, തലകുത്തിക്കാൻ പോവാ. കിടന്നുണ്ടോ? ആ, പുതിയ രീതിയാ. എടാ കുട്ട. എന്തടാ പൊട്ട? എടാ, ആദ്യം ഉടക്ക്, പിന്നെ പ്രണയം. ഈ രജനീകാന്ത് പടങ്ങളുടെ രീതി വെച്ച് ഇളയ കാന്താരി നിനക്ക് വിടുമെന്ന് ഉറപ്പാ. കല്യാണം മുടങ്ങി നിൽക്കുന്ന ആ മൂത്ത കാന്താരിയെ എനിക്ക് വീഴ്ത്തണം. അതിനെന്താടാ ഒരു വഴി? നടക്കുമ്പോ ഇടങ്കാലിട്ട് വീഴ്ത്തിയാ മതി, അല്ലെങ്കിൽ പഴത്തുലിട് നടുനെല്ലി വീണോളൂ. നീ വിഷയത്തിൽ നിന്ന് വെറുതെ വഴുതി മാറില്ലേ? അവളെ ഞാൻ എന്റെ സ്വപ്നത്തിലേക്ക് കൊണ്ടുവരട്ടെ. കുട്ടാ, അവള് വരുന്നുണ്ടടാ, ഭ്രാന്തളയ വിത്ത് കളയ പോലെ.